ഹലോ ഗൈസ്, എല്ലാവർക്കും ശ്രേയസ് ഫെയിലേക്ക് എൻ്റെ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഗൈസ്, കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ഞാൻ കുറച്ച് ദിവസമായിട്ടൊക്കെ ഇടുന്ന കാര്യമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പുതിയ മാസം തുടങ്ങി. അപ്പോൾ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ജങ്ക് ഫുഡ് നിർത്തും, അങ്ങനെയൊക്കെ ഇട്ട് കാണും. അങ്ങനെ ഇട്ട് 2024, 2023, ഭയങ്കര എല്ലാ മാസങ്ങളും നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇടുന്ന ആൾക്കാർ പക്ഷെ ഇന്ന് ഇത്ര ദിവസം ആയില്ല എനിക്കൊരു പൊളിഞ്ഞെന്നറിയാം. എനിക്ക് ഞാൻ ചോദിക്കണം, പൊളിഞ്ഞു കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു? അതോ 2-ാം തീയതി തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ ആ റെസൊല്യൂഷൻസ് ഒക്കെ തീർന്നു? എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ റെസൊല്യൂഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോയിട്ട് ജങ്ക് ഫുഡ് വേറെ എന്തൊക്കെയാണ് ഞാൻ അത് മറന്നുപോയി. അപ്പം അതിൻ്റെ അകത്ത് വേറെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ ഈ ഡയറി ഒക്കെ എഴുതുമല്ലോ, അപ്പൊ അത് ഞാൻ എഴുതാൻ ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങിയായിരുന്നു. ഈ തുടങ്ങുമ്പോൾ ഭയങ്കര ട്രെൻഡ്, ഭയങ്കര ഇതായിരിക്കുമല്ലോ. ഞാൻ എഴുതാൻ തുടങ്ങുക ഇത് ഭയങ്കര എനിക്ക് ഇതാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരിക്കുമല്ലോ നമ്മൾ തുടങ്ങിയിട്ട് 1, 2, 3, 4 ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ അടുത്തൊരു തീരുമാനവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നെ യൂസ് പോലും ചെയ്യത്തില്ല, തൊട്ട് പോലും നോക്കത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഒരു ദിവസം എനിക്ക് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്ന് കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ പോകും. പഠിക്കാൻ കയറി കഴിഞ്ഞിട്ട് പഠിക്കാൻ ഫുള്ള് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ കേട്ടോക്കെ എനിക്ക് ഉറക്കം വരും. അത് ഞാൻ കിടന്നു. അതാണ് പിന്നെ ഡയറി എഴുതാനുള്ള സമയം കിട്ടാറില്ല. രാവിലെ എണ്ണീറ്റ് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണ്ണീക്കുമ്പോൾ എനിക്ക് പിന്നെ ചെറുതെങ്കിലും നോക്കണ്ടേ എന്ന് പറഞ്ഞ് ഞാനൊക്കെ അങ്ങനെ പരിപാടി ചെയ്യും. അത് കാരണം കുറച്ച് ദിവസമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഭയങ്കര സന്തോഷമായിരുന്നു ഡയറി തുടങ്ങിയ പിന്നെ. ഞാൻ ഭയങ്കര എഴുത്തായിരുന്നു എൻ്റെ പോലെ. പക്ഷെ ഈ എഴുത്തെന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒറ്റയ്ക്ക് എഴുതാനൊക്കെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പില് നമ്മൾ പറയും ആപ്പ് അത് വരുമ്പോൾ ഇങ്ങനെ മലയാളത്തിൽ അവരിങ്ങനെ എഴുതി പോലെ ഇങ്ങനെ അങ്ങ് വെക്കും. അപ്പൊ നമ്മൾ അത് നോക്കി ഓക്കെ, രാവിലെ ഞാൻ ഉണർന്ന് ദൈവത്തിനെ വിളിക്കും. ഇത് ഞാൻ എഴുതി കേട്ടോ, ചുമ്മാ ഞാൻ അത് പറഞ്ഞാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡയറി എഴുതിയിട്ടുള്ളത് ഭയങ്കര കോമഡി ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1-ാം തീയതി എഴുതിയ ഒരു കാര്യമാണ് കേട്ടോ. വളരെ വിശേഷപ്പെട്ട ദിവസമാണെന്ന് വെച്ചാൽ 1-ാം തീയതി ഇതെനിക്ക് ഷെയർ ഇടാൻ തോന്നിയിട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അടവ് എന്താ പറയുക, ഒരു ഡയറിയിൽ ഞാൻ ഒരു ദിവസം എഴുതിയില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം. അപ്പം ആ ദിവസത്തെ എനിക്ക് എൻ്റെ ഒരു കുഴപ്പമുണ്ട്. അന്ന് നടന്നത് എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല, തലേമണ്ട കേറത്ത് പോലും ഇല്ല. അപ്പം എങ്ങനെ പഠിക്കുന്നത് ഞാൻ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. അത് വേറെ കാര്യം, അത് നിങ്ങൾ വിട്. എനിക്ക് ഓർമ്മ കിട്ടത്തില്ല, ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഒരു ടു ഡു ലിസ്റ്റ് പോലത്തെ ഉണ്ട്. അപ്പം അതിൻ്റെ അത് ഞാൻ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് അത് നോക്കി അങ്ങനെ എഴുതിയിട്ട് അങ്ങനെ എഴുതിയാൽ പോരെ. പക്ഷെ അങ്ങനെ അല്ലല്ലോ, അതിൻ്റെ ഒരു പഞ്ച് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം അങ്ങനെ എഴുതാറില്ല. അങ്ങനെ ഇപ്പം നമുക്ക് മറന്നു പോകുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, അതിപ്പോൾ നമ്മളിങ്ങനെ വായും പൊളിച്ചിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യത്തില്ല. ഇങ്ങനെ എങ്ങാനും വിട്ടു വീഴണമെന്നുണ്ടെങ്കിൽ ആ ദിവസം എന്തെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇതിന് 2-ാം തീയതിയിലത്തെ ഫ്രൈഡേ ഞാൻ കാര്യമേ പറഞ്ഞു എന്തായിരുന്നു അതിൻ്റെ അകത്തെ ദിവസം, അന്ന് എന്താ ഞാൻ നടന്നത് ഒന്നും ഓർമ്മയില്ല. ആ സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ കഥകൾ അങ്ങനെ ഞാൻ എഴുതിയിട്ട് അത് എങ്ങനെയൊക്കെ തീർത്ത്. എനിക്ക് ഭയങ്കര മടിയാട്ടോ. 2-ാം തീയതിയിലെ ഒരു പകുതി മുക്കാലും ഞാൻ എഴുതിയിട്ട് ഞാൻ പിന്നെ അതിനെ ഒന്ന് തൊട്ടുപോലും നോക്കിയില്ല. അങ്ങനെ 3-ാം തീയതി എഴുതിയില്ല, 4-ാം തീയതി എഴുതിയില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു 4-ാം തീയതി ആയപ്പോഴാണ് എനിക്കൊരു സ്വരബോധം വരുന്നത്. എടി നീ ഡയറി എഴുതിയില്ല. ഞാന് മൊബൈലൊക്കെ അവിടെ വലിച്ചെറിഞ്ഞ അത് എടുത്ത് വെച്ച് അതെടുത്തിട്ട് ഞാൻ നേരെ 2-ാം തീയതി എടുത്തിട്ട് ചടപട എഴുതിക്കൊണ്ടിരിക്കുക. അമ്മയോടെ പോയിരിക്കുക. നമുക്ക് വിശപ്പ് വരുമല്ലോ, അച്ഛൻ അവിടെ മൊബൈൽ കണ്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് വിശപ്പ് വരുമ്പോൾ എനിക്ക് അവിടെ എപ്പോഴും ഇവിടെ ചോറ് അത് അല്ലെങ്കിൽ കറി, അത് കാരണം എനിക്ക് ഭയങ്കര ബോറായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിക്കാണ്ട് ഇങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ എഴുതി അങ്ങനെയൊക്കെ സമയം എനിക്ക് കുറച്ചും കൂടെ എഴുതിയപ്പോൾ എനിക്ക് അങ്ങ് വയ്യാണ്ടായി. പിന്നെ ഞാൻ 3-ാം തീയതിയിലത്തെ കാര്യം പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് എഴുതുകയാണ്, ടുഡേ ഈസ് ദ ഡേ ടു റൈറ്റ് മീനിങ്സ് മലയാളം ഇൻറ്റു ഹിന്ദി, ഡേ 1, 5 weeks, നെക്സ്റ്റ് റൈറ്റ് ഡേ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 2 ഇത് ഫസ്റ്റ് ഡേ ആണെന്ന്. ഇതിൻ്റെ 2-ാമത്തെ പാണ് ഞാൻ പിന്നെയും വേറൊരു 5 പറഞ്ഞാൽ ഞാൻ 5 മാസം ഒന്ന് എഴുതി ഒരു 3 years കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷെ എനിക്ക് മടി കാരണം ഞാൻ 5 എന്നാക്കി. പറയാൻ പറ്റത്തില്ല, മടി കാരണം ഞാൻ ആക്കിയതാണ്. എന്നിട്ട് ഞാൻ ഇത് എഴുതിയിട്ട് എനിക്ക് ഞാൻ ബ്രേക്ക് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ബ്രേക്ക് എടുത്ത് എത്ര മണിക്ക് എഴുതുന്നറിയോ? ഇത് 3 മണിക്ക് എഴുതി, ഒരു 4 മണി, എന്നിട്ട് ഒരു 5 ഈ 3-ാം തീയതിയിലത്തെ എഴുതിയത് ഒരു 3 മണിക്കായിരുന്നു.
ഞാൻ ബ്രേക്ക് എടുത്ത് എത്ര മണിക്കാണെന്ന് അറിയോ? ബ്രേക്ക് എത്ര മണി വരെ എടുത്തതെന്ന് അറിയോ? 8:30 വരെ. അതും കറക്റ്റ് 8:30. നിങ്ങൾ ഓർത്തോണം. എനിക്ക് അച്ഛൻ അപ്പൊ കുളിക്കാൻ കണ്ട് അതിന് മുന്നേ കയറിയിട്ട് വന്നു. ആ സമയത്ത് നമുക്ക് ബോറടിക്കുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തൊക്കെയാണ് ടുഡേ വാസ് എ സാഡ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 4-ാം തീയതിയാണ്. 5-ാം തീയതി സ്കൂൾ വർക്ക്, അതാണ് ഉദ്ദേശിച്ചത്. തല്ലിക്കൊല്ലൊരു കാര്യം. എനിക്ക് സ്കൂൾ ഭയങ്കര മടിയെന്നല്ല, ഒരു ഇത് രസമില്ല. അതായത് രസമില്ലെന്നല്ല, അയ്യോ അങ്ങനെയൊന്നും ഉദ്ദേശിക്കരുത്. എനിക്ക് ഇഷ്ടം എന്തോ ഒരു ഇത്. കുറച്ച് ദിവസം ഇതാവാണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ പോകാണ്ടിരിക്കുമ്പോൾ പിന്നെ മടി അതായിരിക്കും. നമ്മൾ എന്തെങ്കിലും 3-4 ദിവസം എഴുതാണ്ട് സ്കൂളിൽ പോയി എഴുതുമ്പോ ആ ഏതാ, ആ ഏതാ, ഇഷ ഏതാ, ഇള ഏതാ, 1 ഏതാ, 2 ഏതാ, ആ സ്വയബോധം വരത്തില്ല. എന്നിട്ട് ആ പിറ്റേ ദിവസം എങ്ങാണ്ട് എന്തോ ഇതൊക്കെ വന്ന് എനിക്ക് അപ്പൊ 5-ാം തീയതിയിലത്തെ എഴുതിയില്ല, 4-ാം തീയതിയിലത്തെ അല്ല, 5, 6, 7, 8, 9, 10, 11, 10-ാം തീയതിയിലത്തെ വരെ ഞാൻ ഇന്നത്തെ വരെ എഴുതാനുണ്ട്. ഞാൻ എന്തോ ചെയ്തു, പടം അങ്ങ് എടുത്തിട്ട് പിന്നെ ഇതെന്റെ ഞാൻ വരച്ചൊരു പടമാണ് ഇത്. ഇത് ഞാൻ 2 എണ്ണം. ഇതൊരു കല്യാണക്കത്തായിരുന്നു. ഇതിന്റെ ഇപ്പുറത്തെ നിങ്ങൾ 5-ാം തീയതിയിൽ ഇപ്പുറത്തിരിക്കുന്ന ഒരു കല്യാണക്കത്തായിരുന്നു. അത് ഞാൻ വിടാണ്ട് ഇതിന്റെ തുണി മടിയാട് എന്തോ ചെയ്യും മനുഷ്യൻ. അപ്പൊ 5-ാം തീയതി എഴുതാണ്ട് 5-ാമത്തെ ലാസ്റ്റത്തെ ഒരു വഴി മാത്രമേ ഹാപ്പി ഡേ ഓഫ് ദിസ് ഡേ ആൻഡ് ക്യൂട്ട്. സ്കൂളിൽ പോകാൻ മടിയുള്ള ഒരു കൊച്ചു എഴുതേണ്ട വാക്കാണോ ഇത്? പക്ഷെ കുറച്ച് ദിവസം പോയി കഴിയുമ്പോൾ ഇത് തന്നെയായിരിക്കും നിങ്ങളെ വൈകുന്നു വരുന്നത്. എനിക്ക് ലാസ്റ്റ് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ 1 ലക്ഷം ആ സാധനം നിങ്ങൾ പൊളിഞ്ഞു, എനിക്ക് അതറിഞ്ഞാൽ മതി. കമന്റ് ബിലോ എനിക്ക് അതറിഞ്ഞാൽ മതി. പൊളിഞ്ഞ് എന്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാ പൊളിഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ മതി. അതെ പൊളിഞ്ഞാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്റേത് പൊളിഞ്ഞിട്ടില്ല, ഞാൻ മടി പിടിച്ചത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ബാക്കിയൊക്കെ ഇനി എഴുതട്ടെ പോയി. മനുഷ്യൻ പിന്നെ ബോറടിക്കൂലേ. ബൈ ബൈ.